ആറ്റ്ലസ് ഫാഷൻ, മിനർവാപ്പടി, നിലമ്പൂർ. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം. നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ അടഞ്ഞുകിടക്കുന്നതിൽ പ്രതിഷേധം ശക്തമാക്കുന്നു. കംഫർട്ട് സ്റ്റേഷനിൽ റെയ്ത്ത് വെച്ച് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. ദിനംപ്രതി ആയിരക്കണക്കിന് യാത്രക്കാർ എത്തുന്ന നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ അടഞ്ഞുകിടന്നിട്ട് മാസങ്ങളായി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാരാണ് ഇതോടെ ബുദ്ധിമുട്ടുന്നത്. കംഫർട്ട് സ്റ്റേഷൻ ഉടൻ തുറക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ ആവശ്യപ്പെട്ടു. പ്രതിഷേധത്തിന് അരുൺദാസ്, പി ദീപക്, റിയാസ് കവാട്, ലെനിൻ സുരാജ്, പ്രണവ് ചക്കാലക്കുത്ത് എന്നിവർ നേതൃത്വം നൽകി. നിലമ്പൂർ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ അടഞ്ഞുകിടക്കുന്നത് ബസ് ജീവനക്കാർ, യാത്രക്കാർ എന്നിവരെ കൂടുതൽ ദുരിതത്തിലാഴ്ത്തിയിരിക്കുകയാണ്. നിലമ്പൂർ നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് നിലമ്പൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്. ആ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ നിലമ്പൂർ നഗരസഭ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ആ അടച്ചുപൂട്ടിയ നഗരസഭയുടെ ഈ കംഫർട്ട് സ്റ്റേഷനിൽ ജനങ്ങളുടെ പ്രതിഷേധം എന്ന രീതിയിൽ ഒരു റീത്ത് ഞങ്ങളിവിടെ സമർപ്പിച്ചിരിക്കുകയാണ്. നിരവധിയായ യാത്രക്കാർ വന്നു പോകുന്ന ഒരിടമാണ് നിലമ്പൂരിലെ ബസ് സ്റ്റാൻഡ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളും സ്ത്രീകളും അടക്കമുള്ള നിരവധി ആളുകൾ ദിവസവും വന്നു പോകുന്ന ഈ നിലമ്പൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ ഒരു പ്രാഥമിക കാര്യം നിർവഹിക്കാൻ പോലുമുള്ള യാതൊരുവിധ സൗകര്യങ്ങളും ഇന്ന് നിലമ്പൂരിലെ ഈ ബസ് സ്റ്റാൻഡിലില്ല. ഇത് നിലമ്പൂർ നഗരസഭ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം മറന്നുകൊണ്ട് അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഇത് ഉടൻ തുറന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ എന്ന രീതിയിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനായിട്ടുള്ളത്. ഈ നഗരസഭ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഇത് അടച്ചുപൂട്ടിയിട്ടിരിക്കുന്നത്. ഇത് അടച്ചുപൂട്ടിയിട്ട് മാസങ്ങളായി. ഇതുവരെ ഇതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടലും നിലമ്പൂർ നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനായിട്ടുള്ളത്. നിലമ്പൂർ +2 ശേഷം 100% ജോലി ഉറപ്പാക്കുന്ന ഒരു കോഴ്സ് തിരയുകയല്ലേ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഹെൽത്ത് കെയർ മേഖലയിലേക്ക് ഒരു നല്ല അവസരം ഇപ്പോൾ തുറന്നിരിക്കുന്നു. 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കും. കോഴ്സ് കഴിഞ്ഞയുടൻ തന്നെ 15,000 രൂപ സാലറിയും ഇന്റേൺഷിപ്പും ഉറപ്പാക്കും. GNM, BSc MLT, DPharm, TMLT, AT&OT, നഴ്സിംഗ്, ANM, ഫാർമസി അസിസ്റ്റന്റ്, ഇമേജിംഗ് ടെക്നോളജി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി തിരഞ്ഞെടുക്കാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ. SSLC അല്ലെങ്കിൽ +2 കഴിഞ്ഞ് അപേക്ഷിക്കാം. കുറഞ്ഞ ഫീസിന്റെ മാസത്തവണകളിലും പഠിക്കാം. ഓൺലൈൻ ക്ലാസ് ഓപ്ഷനും ലഭ്യമാണ്. കോഴ്സ് പൂർത്തിയാക്കിയാൽ ട്രെയിനിങ് പ്ലസ് പ്ലേസ്മെന്റ് ലഭിക്കുന്ന രീതിയിലാണ് പ്രോഗ്രാം ഒരുക്കിയിരിക്കുന്നത്. ഹെൽത്ത് കെയർ ഫീൽഡിലേക്ക് ഒരു സെക്യൂർ ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു തുടക്കമാവാം. സീറ്റ് ലിമിറ്റ് ആവുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം.